ചേച്ചി, അമ്മയും ചേച്ചി ഇങ്ങനെ കൂടെ നിൽക്കുമ്പോ എനിക്ക് എന്ത് ധൈര്യം തോന്നുന്നറിയോ? നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ വരുൺ എന്നെ എത്ര അവഗണിച്ചാലും ഞാൻ പിന്നെയും പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചേച്ചി എന്തൊന്നും പറയാത്തെ? ഒന്നുമില്ല മോളെ. എനിക്കറിയാം എന്റെ കാര്യത്തിലുള്ള ടെൻഷൻ കൊണ്ടാ ചേച്ചി ഇങ്ങനെ ആവുന്നതെന്ന്. ചേച്ചി പേടിക്കണ്ട കേട്ടോ. എല്ലാ കാര്യത്തിനും ശ്രീകൃഷ്ണ ഭഗവാൻ ചേച്ചിയുടെ കൂടെ ഇല്ലേ? എന്റെ കാര്യവും ചേച്ചി ഭഗവാനെ തന്നെ ഏൽപ്പിച്ചാ മതി. ചേച്ചി എല്ലാം ഭഗവാനെ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ ജീവൻ പോലും. അമ്മ എങ്ങനെ മതിയോ? മതി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. ചെന്നിവരുടെ മുറിയൊന്നും ഒരുക്ക്. ചെല്ല്. സുന്ദരി കുട്ടിയായിട്ടുണ്ട്. നിക്ക്. ഇങ്ങന്നേ. അതെ, നിനക്കിതൊന്നും പിടിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചാ ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ആറ്റുവാശ്ശേരിയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഞാനായിരിക്കും. പിന്നെ അവിടെ എന്ത് നടന്നാലും എനിക്ക് ഉത്തരവാദിത്തമില്ല. കേട്ടല്ലോ? എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവാൻ നിന്റെ ചേച്ചിയോട് പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞതാ. അവളുടെ പ്രാർത്ഥനയ്ക്ക് അത്ഭുത ശക്തിയല്ലേ? അതെ അമ്മേ, ചേച്ചി എന്താവശ്യപ്പെട്ടാലും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. മോളുടെയും വരുണിന്റെ പേരിൽ വലിയൊരു പൂജ തന്നെ നടത്തണം. ചില ദോഷങ്ങള് എന്നേക്കുമായിട്ട് ഒഴിച്ചുവിടണം. എന്നിട്ട് പിന്നെ നിങ്ങളുടേതായ ലോകത്ത് നിങ്ങളെ മാത്രമായിട്ട് വിടണം. സന്തോഷമായിട്ട് ജീവിക്കണ്ടേ രണ്ടാൾക്കും?